നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം. I like you to draw to Luke chapter 15. We are all well familiar with this portion. അവിടെ മൂന്ന് ഉപമകൾ മൂന്ന് രീതിയിൽ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And we see there that Jesus is telling the parables in three ways. അതിൽ ഒന്നാമത്തത് നഷ്ടപ്പെട്ട ആടിനെ കുറിച്ചുള്ള ഉപമയാണ്. 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെയാണ് അത് പറഞ്ഞത്. രണ്ടാമത്തെ ഉപമ പറഞ്ഞിരിക്കുന്നത് 8-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യമാണ്. 10-ൽ 1 നഷ്ടപ്പെട്ട ദ്രഹ്മ നഷ്ടപ്പെട്ട. Talks about one coin that was lost out of 10. മൂന്നാമത്തെ എന്താണ് ഈ പറഞ്ഞോ? Which is the third one? You can answer. നഷ്ടപ്പെട്ട മകനെ കുറിച്ചാണ്. 2 മക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ടു. And the third parable is mentioned about the lost son, and it is out of 2 he loses one son. ആദ്യത്തെ 100-ൽ 1 പോയി, രണ്ടാമത്തെ 10-ൽ 1 പോയി, അവസാനത്തത് 2-ൽ 1 പോയി. And the first parable out of 100 1 was lost, and the second parable out of 10 1 was lost, and out of the third parable is out of 2 1 was lost. നമ്മള് സ്ഥിരം വചനം വായിക്കുന്നവരായിട്ട് നമ്മുടെ ബ്രെയിനിന് ഒരു സൈക്കോളജിക്കലി ഒരു പ്രശ്നമുണ്ട്. And since we read the word of God quite often, there is a psychological barrier in our brain. അതായത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And I think and I consider this is mostly with people from Kerala or Malayalis. അതായത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന വചനം വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അങ്ങ് ഓഫ് ആവും. And when we read or when we listen to the words or the chapters that we are well familiar with, our brain turns off. നമ്മുടെ ബ്രെയിൻ നമ്മുടെ തന്നെ പറയും, ഇനി എന്താണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. And our brain would tell to us, we know what the preacher is going to preach now. അതുകൊണ്ട് ഇനി വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ബ്രെയിൻ പതുക്കെ അങ്ങ് സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും. And then we know that what is the preacher is going to preach, and then our brain goes to a sleeping mode. അതുകൊണ്ട് ഇന്ന് ദൈവമേ പുതിയതായിട്ട് എന്തെങ്കിലും എന്നോട് പറയണേ എന്നുള്ള ആഗ്രഹത്തോടെ നോക്കിയിരിക്കാം. And let us sit in the presence of God, asking God to speak to us something new. 12-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് പോവാം. We'll come to verse 12. And the younger of them said to his father, Father, give me the portion of the goods that falls to me. So he divided to his livelihood. ഈ ഉപമകൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഉപമകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഡോക്ട്രിൻ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. And when we are studying parable, we need to understand that we cannot derive any doctrines, biblical doctrines out of these parables. രണ്ടാമത്തെ കാര്യം എന്നുള്ള ഉപമകളിൽ ഏതെങ്കിലും ഒരു സത്യമായിരിക്കും പ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. And there will be one truth that is pointing out of one parable. അപ്പോ ഈ ഉപമകളിലൊക്കെ പറയുന്നത് സ്നേഹവാനായ പിതാവിനെ കുറിച്ചാണ്. And in this parable it talks about the loving father. എന്നാൽ ഈ ഉപമകളിലൊക്കെ പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ അനേക കാര്യങ്ങൾ കാണും. And within the parables there will be many practical applications that we can take from. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് പുതിയ തിയറികളോ സിദ്ധാന്തങ്ങളോ ഒന്നും ഇത് ചെയ്യുന്നില്ല. ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. And there is no new doctrines out of this parable, but I would like to mention a few of the practical things. ഇവിടെ ഒരു മകൻ വന്ന് സ്വന്തം പിതാവിനോട് പറയാണ്, പപ്പ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം, എനിക്ക് പുതിയ ചില പദ്ധതികളുണ്ട്. And the younger son is coming to his father and he's saying that give me the portion that falls to me. I have few plans with it. ഇനി 13-ാമത്തെ വാക്യത്തിൽ ഏറെ നാൾ കഴിയും മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ഈ മകൻ അവിടെ താമസിച്ചിരിക്കാം. And in verse 13 it says, and not many days after, which means that this younger son might have stayed some days. അപ്പൊ ഈ മകൻ പപ്പയോടും മമ്മിയോടും അല്ലെങ്കിൽ ചേട്ടനോടും പിണങ്ങിയിട്ടാണോ പോയത്, അതോ ഈ മകൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അതാണ് എന്റെ ചോദ്യം. So my question to you all is, did the son did not depart from his house in good terms with his father or his brother, or did he have some plans because of which he went out of the house? ഇദ്ദേഹത്തിന് ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് ചില പദ്ധതികൾ നോക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. This young man had some plan that he wanted to stand in his own feet. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? Is there anything wrong with that? ഒരു തെറ്റുമില്ല. No. കാരണം ദൈവം നമുക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ദൈവം നമുക്ക് പുതിയ കാഴ്ചപ്പാട് തരുന്നു. അത്തരം കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. And when God gives us new plans and new purpose in our life, there is nothing wrong in sticking to that. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
but there is something that we need to be careful. ഇവിടെ പിതാവിനോട് പറയണം, പപ്പ എനിക്ക് പ്ലാനുണ്ട്, എനിക്ക് ചില പദ്ധതികളുണ്ട്, എനിക്ക് വരേണ്ടുന്ന തരണം, ഞാൻ പോകാൻ പോവുകയാണ്. And this young man is saying that I have some plans and I would like to have the portion that belongs to me and I would like to go. നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഹൃദയം കൂടെ കൺസിഡർ ചെയ്യണം. When we try to do the things that we plan or the dreams that we try to achieve, we should try to know the will of our people in our house. ഇവിടെ സ്വന്തം പിതാവിന്റെ പപ്പയുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചില്ല. This young man did not go and ask his father, "Father, what is your will in my life?" മാത്രമല്ല പുള്ളിക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. എങ്ങനെ? ആലോചിച്ചു പറ. He could have framed the question that he asked in another way. You can think and tell. He could have asked suggestions for this time. സജഷൻ ചോദിക്കായിരുന്നു. വേറെ? I have planned like this. What is your opinion? അത് ചോദിക്കായിരുന്നു. വേറെ? Help me out with my ideas. എനിക്ക് പപ്പ എനിക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്, എന്താണ് പപ്പയുടെ ഐഡിയ? അല്ലെങ്കിൽ പപ്പ എനിക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ട്, അതിന് കുറച്ച് പണം തന്നാൽ മതി. ഇദ്ദേഹം ചോദിച്ചെന്ന് അറിയോ, എനിക്ക് വരേണ്ടെന്നെല്ലാം തരണം. Yeah, so this young man could have asked his father, "Father, I have this plan. What is your suggestion?" Or he could have asked, "I have this plan to fulfill. Can you give me some money?" But this guy went to his father and asked for his portion. ഈ നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ആള് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. We often do not consider the other person if that person is getting hurt because of some plans that we have. നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമ്പോൾ സ്വർഗീയ പിതാവിന്റെ ഹൃദയം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? Do we consider what is the will of God's will in our life when we go forward with our plans? എന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. In order to fulfill my plan, we should not grieve the Father who has a will for us. ഇവിടെ ഈ പിതാവ് ഈ പോർഷൻ കൊടുക്കുകയാണ്. And we see that the father is giving his portion to him. വീട്ടിൽ ഈ മകൻ ചില ദിവസങ്ങൾ കൂടെ താമസിക്കുക. And after that, this young son is staying for some more days in that house. അതിനുശേഷം ഈ മകൻ, നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്യുക, ഈ മകൻ ഭയങ്കര സന്തോഷത്തോടെ അച്ചീവ് ചെയ്തെന്നുള്ള നേട്ടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. And you can picturize this thing that this son is leaving the house thinking that he has achieved something. അങ്ങനെ ഈ മകൻ നേരെ ദൂരദേശത്തേക്ക് പോകുന്നു. And this son is going to a far country with that money. അവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, പപ്പ ഞങ്ങളെ വന്നൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും നിൽക്കണ്ട, ഞങ്ങൾ ദൂരെ പോകാൻ പോകണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങോട്ടൊന്ന് ശല്യം ചെയ്യരുത്. And what I think is this young son was thinking that I'm going to a far country so that you do not come and disturb me quite often. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പയ്യന്റെ ഹൃദയം എങ്ങനെയായിരിക്കും? How is the heart of this young man? എന്തോ കിട്ടിയതിന്റെ ആവേശമാണ്. He is enthusiastic of thinking something, he has achieved something. ഇദ്ദേഹം പോകുന്നു, കിട്ടിയ പണം ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. And he is going to a far country and he is trying to use the money that he received. അങ്ങനെ അടുത്ത സംഭവം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടമാകും. And the next thing that we see here that he has lost everything. പക്ഷേ നഷ്ടമായപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നില്ല. We see that when he lost everything, he did not come back to his father's house. ഇദ്ദേഹം എപ്പോഴാണ് സ്വന്തം പിതാവിന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചത്? When did he start thinking of his father's house? ഇദ്ദേഹത്തിന് തിന്നാൻ പോലും ഒന്നും ഇല്ലാതിരുന്നപ്പോ എനിക്കൊരു പിതാവുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. And when he started starving for the food, he started thinking of his father's house. അവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ആ വാക്യത്തിലോട്ട് നമുക്ക് പോകാം. 17ാമത്തെ വാക്യം. We read verse 17. But when he came to himself, he said, "How many of my father's hired servants have bread enough and to spare? I perish with hunger." ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പറയുന്നത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലാണ്. We know that this is saying with the Jewish context. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ വെച്ച് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന കഥയില് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ വെച്ച് പറയും. യഹൂദന്മാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മൃഗം ഏതാണ്? പന്നിയാണ്. And when Jesus Christ is telling this parable, he's telling it in Jewish background, and which is the most hated animal that Jewish consider and that is pig. ഈ ദൈവ വഴി വിട്ടു പോകുമ്പോ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഏറ്റവും
വേഴ്സ് ആയിട്ടുള്ള സാഹചര്യത്തിൽ പോകും എന്ന് നമ്മൾ അറിയുന്നില്ല. And when we think here, we see that when we go with our plans, we can go to the worst case scenario. യഹൂദന്മാർ വാഗോട്ട് പറയാൻ പോലും മടിക്കുന്ന ഒരു കാര്യമാണ് പന്നി എന്നുള്ളത്. And we know that the Jews won't even utter the word pig with their mouth. അങ്ങനെയുള്ളതിന്റെ ഇടയ്ക്ക് പോയി കിടന്ന് അത് തിന്നുന്ന ഭക്ഷണം നോക്കി കൊതിയോടെ ഇരിക്കുന്ന ഒരു മകൻ. And this guy is in the midst of the pigs or swine, and he is seeing the food that they are eating, and he is wanting that food. ഇവിടെ ഈ മകന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. And I would like to talk to you about the coming back of this young son. നമ്മുടെ ഒക്കെ രാവിലെ നമ്മൾ കേട്ടതല്ലോ, കണക്കൂട്ടലുകളൊക്കെ തെറ്റാണ്. And as we heard in the morning, that all our calculations are wrong. പക്ഷെ ഈ റിപ്പന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? What is this word repentance? ഇവിടെ നാം കാണുന്നത് 18ാമത്തെ വാക്യം. And we read verse 18. I'll get up, go to my father and say to him, Father, I have sinned against heaven and in your sight. ഈ മകൻ പറയുന്നത് എന്താണ്? What is this son saying? ഞാൻ എഴുന്നേറ്റ് പപ്പയുടെ അടുത്ത് പോയിട്ട് He's saying, I will rise and go to my father and what? ഞാൻ പാപം ചെയ്തു. ആ വാക്കാണ് അദ്ദേഹം പറയുന്നത്. And he's pointing out that I have sinned. ഇത് മലയാളി ആയിരുന്നെങ്കിൽ എന്തോ പറഞ്ഞു. What would have been the case if this was a Malayali? പപ്പ എന്തോ പറയാൻ ഒരു വലിയൊരു അബദ്ധം പറ്റി. And if this was a Malayali, he would have said that, oh father, I don't know what happened, but I made a mistake. പിന്നെ ഞാൻ പപ്പ എല്ലാം പ്ലാൻ ചെയ്താണ് പോയത്. And we see that he would have said that I did calculate everything I meant. ചില കൂട്ടുകാരന്മാര് അവന്മാരെന്നെ ചതിച്ചു. And he would have said that some of the friends that I made that have deceived me. എന്നാലും പപ്പ കിട്ടിയ പൈസയൊക്കെ ഞാൻ അത്യാവശ്യം സ്വരൂപിച്ച് മുന്നോട്ട് പോയപ്പോ And after that, I collected some of the money and I moved forward. പ്രകൃതി ചതിച്ചു, ക്ഷാമം വന്നു, മഴ പെയ്തില്ല. And then the nature, it deceived me and it did not rain. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. And that is why I came back to you. Otherwise, I would not have come back. ഈ ചിലർ സാക്ഷ്യം പറയുമ്പോ അങ്ങനെയാണ് പറയുന്നത്. And some of our dear ones, when they say this testimony, they say it like that. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിൽ ക്ഷമിക്കണം. And you would say that if I might have offended anyone with my words, please forgive me. ഈ കോടതി പോകുമ്പോ അങ്ങനെയാണോ പറയേണ്ടത്? Do we say that in court? ഞാൻ ഒരുത്തനെ കുത്തി കൊന്നു, ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചാര്. I have stabbed this person. If anybody does not like me, like what I did, please forgive me. കോടതി പോകുമ്പോ ഞാൻ ബോധപൂർവം കത്തിയെടുത്ത് ഇയാളെ കുത്തി, ഞാനതിൽ വിഷമിക്കുന്നു, എനിക്ക് ഖേദമുണ്ട്, എന്നോട് ക്ഷമിക്കുക, അങ്ങനെയല്ലേ പറയേണ്ടത്? And we would say that in my right mind and with my right sense, I stabbed this person, and please forgive me for my actions. That's how we would say in the court. ഭാര്യ അടിച്ചിട്ട് നിനക്ക് വേദനിച്ചെങ്കിൽ ക്ഷമിച്ചു, എടാ അടികൊണ്ടാ പിന്നെ വേദനിക്കത്തില്ലേ? Do we say to our wives after beating them, or if you have had some pain, please forgive me? അച്ഛന് ഞാൻ തുപ്പിയപ്പോ അബദ്ധത്തിൽ അച്ഛന്റെ മുഖത്ത് വന്നേ ഉള്ളൂ, ക്ഷമിച്ചാരങ്ങ്, നമ്മളെ ദൈവമക്കളല്ലേ? Do we say, oh husband, please forgive me, I was just spitting and the spit came to your face, please forgive me, we are children of God. തറയിലിട്ട് ചവിട്ടി ചെയ്തു. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ പറയുമ്പോൾ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, അങ്ങനെ തന്നെ പറയണം. And when we repent of our sins, we should say that, oh, we have sinned against heaven. ഞാൻ ദൈവത്തോട് പാപം ചെയ്തു, പാപമാണിതെന്നുള്ള ബോധമാണ് റിപ്പന്റൻസിന്റെ ഒന്നാമത്തെ പടി. And the first step in repentance is to acknowledge that we sinned. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം തിരിച്ചു മടങ്ങി വരികയാണ്. And the most important thing that came to my mind while he's coming back. അവിടെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടി, ഇതിന്റെ സെക്കൻഡ് സീരീസ് തുടങ്ങുന്നത്. And that's where the second phase of the story begins. വായിക്കാം, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ 20ാമത്തെ വാക്യം. And we'll read verse 20. So he got up and came to his father.
But while he was still a long way off, his father saw him and felt compassion. പപ്പ ഈ മകനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. And we see his father when he's so far off, he is going and he's hugging him. പപ്പ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു സൂചന അവിടെ ഉണ്ട് ആ ആക്ഷനില്. And this action points out that his father was expecting him. ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായിട്ടായി പപ്പ പ്രതീക്ഷിച്ചിരിക്കുന്നത്? I would like to ask, from how long is his father expecting this son? The day one. ഇവൻ എന്ന് തീരുമാനമെടുത്ത് പോയോ അന്നു മുതൽ ഈ പപ്പ ആ വാതിലിന്റെ അവിടെ കാത്തു നിൽക്കുകയാണ്, എന്റെ മകൻ തിരിച്ചു വരുമോ. And right from the time that this son made a decision, right from the next day itself, his father is waiting for him at the door and expecting his comeback. മകനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. And when he is seeing afar, from far off, that his son is coming back, he's going and he is hugging him. ഈ മകനോട് ഒന്നും പപ്പ ചോദിക്കുന്നില്ല. This father is not asking anything to his son. ഈ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. We should understand the greatness of the love of our heavenly Father. ഈ പപ്പ ഒന്നും മോനോട് ചോദിക്കുന്നില്ല, എവിടെയായിരുന്നു നീ ഇത്രയും നാള് കൊണ്ടുപോയ പണം എവിടെ, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും ചോദിച്ചില്ല. And this father is not asking him anything. He's not even asking him, what did you do with the money? How did you live? He's not asking him any questions. തിരിച്ചു വന്നപ്പോ ഈ പിതാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു. അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് 21-ാമത്തെ വാക്യം. We read verse 21, what the father says when he came back. The son said to him, Father, I have sinned against heaven and in your sight. I am no longer worthy to. ഈ മകൻ എവിടെന്നാ വരുന്നേ? പന്നിയുടെ നാറ്റവും നേരെ ചൊവ്വേ കുളിച്ചിട്ട് പോലും കാണത്തില്ല. Where is this son coming from? He is coming from the place that he used to feed the swine or the pigs. പപ്പയുടെ ആദ്യത്തെ ടച്ച്, ആദ്യം പപ്പ അങ്ങോട്ട് ടച്ച് ചെയ്യുക, എന്നിട്ടാ ഇദ്ദേഹം സോറി പറയുന്നത്. And the father is first touching the son, and then the son is asking him forgiveness. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് ഉള്ള ട്രെയിനിങ് കിട്ടുന്നത്. Dear ones, if you understand how God forgives others, only then we'll be able to forgive others. ഇതൊരു മലയാളി പപ്പയായിരുന്നെങ്കിലോ? What about if this was a Malayali papa? എവിടെ ആയിരുന്നടാ, കൊണ്ടുപോയ പണം എല്ലാം ആദ്യം കാണിത്, പിന്നെ വേറെ നാട് തരങ്ങിയിട്ട് വന്നിരിക്കുന്നു, പിന്നെ വേറെ പോയി കുളിച്ചിട്ട് ബാക്കിൽ എവിടെയെങ്കിലും പോയി വല്ലതും കഴിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നോണം. If this was a Malayali father, he would have said that, why did you come back? What did you do with the money? Show me the proof. And you are so filthy. You should wash yourself and you should go from behind and stay there. ഞാനിവിടെ വന്ന് അമേരിക്കയിൽ വന്നതിന് ശേഷം ഞാൻ 2 ആഴ്ചയായി ഇവിടെ വന്നിട്ട്. And from the time that I came to the US, I have been only here for 2 weeks. ഒരു മോള് എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കുക, അങ്കിളെ എനിക്ക് അങ്കിളിനോട് സംസാരിക്കണം. And one dear sister, she called me and she was asking that I need to talk to you. 13 വയസ്സായ മോള്. She's only 13 years old. അവള് പറയാം, എന്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ വിശ്വാസമില്ല അങ്കിളെ. And she's telling that my parents did not trust me. ഞാൻ ചോദിച്ചു, എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചു. I asked her, what is the reason? അവള് പറഞ്ഞു, ഞാൻ 3-4 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ സഭയിലെ ഒരു കുഞ്ഞാണ്. And she said that I attempted to do suicide 3 or 4 times. എന്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ വിശ്വാസമില്ല അങ്കിളെ. And she's one of our sisters, and she's saying that my parents do not trust me. അപ്പോ കാരണം ചോദിച്ചപ്പോ ഈ മോള് പറഞ്ഞു, ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് എന്റെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചു. And the reason that she said is, while coming back from the school, there was one of a guy friend, and I talked to him. പക്ഷെ അത് ഞങ്ങളുടെ സഭയിലെ വേറൊരാൾ കണ്ടു. And some of our dear ones from our church, they saw it. അദ്ദേഹം കണ്ട ഉടനെ തന്നെ കയ്യിലിരുന്ന സാധനം എടുത്ത് ഈ മോളുടെ പപ്പയെ വിളിച്ചു. And as soon as he saw this, he took his phone and he called her father. നിങ്ങളുടെ മകളെ ഞാൻ മോശമായ സാഹചര്യത്തിൽ കണ്ടു എന്ന് പപ്പയുടെ അവിടെ ഓൺ ദ സ്പോട്ടിൽ വിളിച്ചു പറയാണ്, തനി മലയാളി. And that believer from their church, he is calling her father, and he said to her father that I saw your daughter in a bad situation.
ഉടനെ തന്നെ ഈ പപ്പ വേറൊരു സിറ്റുവേഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് നേരെ വൈഫിനെ വിളിച്ചു. And her father was in his workplace, and he called her mother. ഈ മോള് വീട്ടിൽ വന്നു. ഈ പപ്പ ഉടനെ തന്നെ വണ്ടി എടുത്ത് വീട്ടിലോട്ട് തിരിച്ചു വന്നു. വീട്ടിൽ വന്നു. And this girl came home, and his father took off from his work and came home. 13 വയസ്സായ മോളെ എടുത്തിട്ട് അങ്ങ് അടിച്ചു. And that 13-year-old girl got beaten up by her father. മമ്മി വന്നു. മമ്മി രണ്ടാമത്തെ എപ്പിസോഡ് മമ്മി എടുത്തിട്ട് അടിച്ചു. And her mother came back from work, and she also beat that girl. ഈ അച്ഛനും അമ്മയും മറ്റൊരാൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് സ്വന്തം മോളെ അടിക്കുക. And these parents, they listened to somebody else and they believed it, and they are beating their child. ഈ പപ്പയ്ക്കും മമ്മിക്കും വിശ്വാസം വരുന്നില്ല ഈ മോളെ. And these parents are not able to trust this their own daughter. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ സ്പീക്കർ ഫോണിലിട്ട് ഞാൻ പപ്പയെടുത്ത് മമ്മിയെടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞു. And I told to that dear sister that I like to talk to your parents. Can you put the phone in the speaker? എന്നിട്ട് മോളെ മാറാൻ പറഞ്ഞു. And I told that dear sister that you can walk. അപ്പൊ ഈ പപ്പയും മമ്മിയും വിശദീകരിച്ച് ഇട്ടിരുന്ന ഡ്രസ്സിന്റെ നിറവും എല്ലാം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. And these parents, they are trying to convince me by even saying what kind of dress that she wore that day. ഞാൻ ഈ പാരന്റ്സിനോട് പറഞ്ഞു നിങ്ങളുടെ മകൾ അങ്ങനെ തെറ്റ് ചെയ്തു തന്നെ ഇരുന്നോട്ടെ. And I told to these parents, you can consider that your daughter did that mistake. അങ്ങനെ തെറ്റ് ചെയ്താൽ പോലും അവളുടെ വാക്കിൽ നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ വേറെ ആര് വിശ്വസിക്കും? Even if she did that mistake, if you as parents do not trust her own word, then whom should she trust? എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ സ്നാനപ്പെടുത്തുന്ന ആള് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? And while we get baptized, there is a person who is baptizing others. He would say some sentence. ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ മോള് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. And he would say that based on the words and based on the confession that this dear brother or sister say, I baptize them. സ്വന്തം മകളുടെ വാക്ക് നിങ്ങൾ വിശ്വസിക്കാതിരുന്ന പാകിസ്ഥാൻകാരാണോ പിന്നെ വിശ്വസിക്കേണ്ടത്? If you as parents cannot even trust the words of your own daughter, will the people from Pakistan trust her? തെറ്റ് ചെയ്തെന്ന് തന്നെ ഇരുന്നോട്ടെ, നമ്മുടെ മക്കളെ നമ്മളല്ലേ വിശ്വസിക്കേണ്ടത്. അവര് തെറ്റ് ചെയ്താൽ പോലും എന്റെ മകളാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കണ്ടേ? And even if our children they do falter, as parents it's our duty to trust them. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ മനുഷ്യരാണ്. 100% പെർഫെക്റ്റ് അല്ല. കുടുംബജീവിതത്തിലൊക്കെ തെറ്റുപറ്റാം, മക്കളെ വളർത്തുന്നതിൽ തെറ്റുപറ്റാം. Dear ones, we are all humans and we falter, and there might be some mistakes that we do while parenting our kids. എത്ര തന്നെ വലിയ തെറ്റ് പറ്റിയാലും ഞാൻ കൂടെയുണ്ട് മോളെ എന്ന് പറയുമ്പോ ആ കുട്ടി ഇനി അടുത്ത തെറ്റ് ആവർത്തിക്കത്തില്ല. And even if they do make mistake, if we say that it's okay, dear child, please do not repeat that mistake, they wouldn't repeat it. ഒരു സഹോദരൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബ്രദറിനെ കാണാൻ വരികയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് നേരെ ബ്രദറിനെ കാണാൻ വരും. എന്നിട്ട് എന്റെ ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. And there was one brother who came, who called me, and he said that I will fly and come to your house, and I would like to say some things, and after that I like to go and commit suicide. ഞാൻ പേടിച്ചടാ, ഇങ്ങനെങ്ങാനും സൂയിസൈഡ് ചെയ്താൽ പോലീസ് എടുത്തു നോക്കുമ്പോ അവസാനത്തെ കോൾ ബെൻസിൻ ബിരാൻഡ. And I was afraid because if this person goes and suicide, and if the police they trace his phone and the last call that he made to me, then I will be in trouble. എന്നാലും ഞാൻ വരാൻ പറഞ്ഞു. വരുമ്പോ ഭാര്യയായിട്ട് വരണ്ടേന്ന് പറഞ്ഞു. അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി ഭാര്യയായിട്ട്. And I told him, you can come and please come with your wife, and he came accordingly. ഈ സഹോദരൻ നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നിട്ട് ക്യാബിനിൽ ഇരുന്നിട്ട് പറയാ. അപ്പൊ വൈഫ് വെളിയിലിരുന്നു. പുള്ളി പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, എനിക്ക് 28 വയസ്സോ വൈഫിന് 25 വയസ്സോ. And he came to our place that we do the counseling, and he was sitting in the cabin, and he said that it has been 2 years after we got married. I'm 28 years old, my wife is 25. കല്യാണം കഴിഞ്ഞ് ഞാൻ മറ്റൊരു ദേശത്തേക്ക് പോയി, ഒരു തെറ്റായ ജീവിതത്തിലോട്ട് പോയി, എനിക്ക് HIV ഉണ്ട്. And he said that after marriage I went to a different place, and I indulged in sinful things, and I have contracted HIV. ഞാൻ സാറ് തന്നെ ഇത് എന്റെ വൈഫിനോട് പറയണം. അപ്പൊ എനിക്ക് ആ ജോലിയും കൂടെ എനിക്കായി. And he said that can you please convey
this condition of mine to my wife, and Yeah. that came to mind. ഇന്ന് ഞാൻ പോകുന്ന വഴിക്ക് സൂയിസൈഡ് ചെയ്യാൻ പോവുക. And while going back today, I'm going to commit suicide. ഞാൻ പറഞ്ഞു ഓക്കെ മോൻ വെളിയിലിരിയെന്ന് പറഞ്ഞ് മോളെ അകത്തോട്ട് വിളിച്ചു. And I told the dear brother, can you go and sit outside? And I called his wife. ഞാൻ ഈ മോളോട് ചോദിച്ചു മോൾക്ക് അറിയാമോ എന്താ പ്രശ്നമെന്ന്. And I asked that dear sister, do you know what is the issue? പറഞ്ഞു എനിക്ക് തോന്നുന്നത് STD വിഭാഗത്തിൽപ്പെട്ട എന്തോ ഒരു രോഗമാണ്. അപ്പൊ ഒരു ആശ്വാസമായി പകുതി അറിയാമല്ലോ. And she said that I believe my husband has some STD. സെക്ഷൽ ട്രാൻസ്മിഷൻ ഡിസീസ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, HIV ആണ് താങ്കളുടെ ഭർത്താവിന്. And I told that wife, yeah, that is right, and your husband has HIV. ഞാൻ ചോദിച്ചു എന്താണ് മോളുടെ നെക്സ്റ്റ് പ്ലാൻ. And I asked that dear sister, what is your next plan? നമ്മളായിരുന്നെങ്കിലോ ഇവര് നമ്മുടെ ബ്രദർ പെന്തക്കോസ് മറ്റേ ബാപ്റ്റിസ്റ്റുകാരൊന്നുമല്ല, കുപ്പായ ഇടുന്ന ഒരു സഭക്കാരാണെന്ന് ഓർത്തോളണം. And what will we do? And these are not based on our denominations, but these are nominal denomination Christians. ഈ മോള് പറഞ്ഞു സാറേ ഞാൻ പുരോഹിതന്റെ മുമ്പിൽ വെച്ച് കുരിശിന്റെ മുമ്പിൽ വെച്ച് എടുത്ത ഒരു തീരുമാനമുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും മരണം വരെ കൂടെ നിൽക്കും. And she told that in front of God and the priest, I took a decision in sickness and in health and in joy and sadness that I'll be with him together. ഞാൻ പറഞ്ഞു ഈ കാര്യം ഭർത്താവിനോട് അങ്ങ് പറഞ്ഞാൽ മതി. And I told that dear sister, can you convey the same thing to your husband? ആ മോള് ഭർത്താവിനോട് ഇത് പറയുന്നത് ഞാൻ ദൂരെ നിന്ന് നമുക്ക് ക്യാബിനിൽ കൂടെ കാണാം. ഇത് പറഞ്ഞപ്പോ ഈ ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യയുടെ കാല് പിടിച്ച് കരയുകയാണ്. And I could see that while this dear sister told this to her husband, and I could see that while she conveyed this message to her husband is falling on her feet and he's asking forgiveness. ഒരു വലിയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും ഒരാളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചാൽ. And we can avoid a big death or suicide if we can accept that person as he is. നമ്മൾ ആരും മറ്റേ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്ന വിശുദ്ധരൊന്നുമല്ല. We are all not like saints who just came from heaven. ഒരാളൊരു തെറ്റ് സംഭവിച്ചു, മകൾക്കാകട്ടെ മകനാകട്ടെ ഭാര്യയ്ക്കാകട്ടെ ഭർത്താവിനാകട്ടെ, ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. And we should try to learn to forgive as God forgave us, whether it be our son or daughter or husband or wife. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടേണിംഗ് പോയിന്റ് ഇവിടെ സംഭവിക്കുക. And there is a big turning point happening to this story here. 24ാമത്തെ വാക്യം. Verse 24. For this is my son, this my son was dead and is alive again. He was lost and is found, and they began to be merry. മതി. ഈ മകൻ വീട്ടിൽ നിന്ന് പോയ അന്ന് മുതൽ ഈ വീട് എങ്ങനത്തെ വീടായിരുന്നു? മരണ വീടായിരുന്നു. And when the son left this house, what was the condition of this house? This house was like a dead house. പക്ഷെ ഈ മകൻ ഇതറിയാമോ? Does the son know about it? ഇല്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോ ഇതിന്റെ പെയിൻ അറിയത്തില്ല. പക്ഷെ സ്വർഗീയ പിതാവ് ഒരു മരണ വീട് പോലെ ദൈവത്തിന്. And when we go away from God, we do not know what pain is God going through, but it's like a dead house. മക്കളോട് പറയണം, മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ധിക്കരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട്. And I would like to tell to the kids here, if you rebel against your parents and if you do some things that there is a pain that they go through. ഈ മകൻ എന്താ പറയുന്നത്? മൈ ലൈഫ്, എന്റെ ജീവിതം, എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് എന്റെ അച്ചീവ്മെന്റ് ഉണ്ട്. And this son here is saying that it is my life and it is my way, and there is some achievements that I want to achieve. എനിക്ക് എന്റെ ഡ്രീം ഒക്കെ ഫുൾഫിൽ ചെയ്യണ്ടേ? I need to fulfill my dream. ഞാൻ എന്റെ വഴിക്ക് പോകണ്ടേ? എന്നെ എന്തിനു തടസ്സപ്പെടുത്തുന്നു? And I want to go in my way. Why are you stopping me? നമുക്കിതൊക്കെ കാണുമ്പോൾ ലോജിക്കലി ശരിയാണെന്ന് തോന്നിപ്പോവാം. And we could think logically that this is what he's saying is true. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ വഴി വിട്ടു പോകരുത് മക്കളെ. മരണ വീടായി പോകും നമ്മുടെ ജീവിതം. And God, the heavenly God has some plans and purposes through our life, and if we go away from that path, it will turn into a dead house. പിന്നെ അടുത്ത് അവിടെ പറയുന്നുണ്ട് നമുക്ക് തടിച്ച കാളക്കുട്ടി അറുത്ത് ആനന്ദിക്കുക, സന്തോഷിക്കുക. And he says that let us kill a calf and let us rejoice. ഞാൻ ചിന്തിക്കുകയാണ്, ഈ മകൻ പോയ അന്ന് മുതൽ ഈ പപ്പ സമാധാനത്തോടെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? I like to ask, do you think this father after his son left would have enjoyed any meal?
ഭാര്യയും ഭർത്താവും വഴക്കൂടും, എന്നിട്ട് അവസാനം ഭർത്താവ് സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കും, ഭാര്യ അവിടെ ഇരുന്ന് കഴിയും. And husband and wife would have fight, and then the husband would enjoy the meal and eat, but the wife would keep on crying. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടിയിട്ട് പിള്ളേരുടെ അത്ര ഇതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, പോയിരുന്ന് പഠിക്കണ്ട. അതെങ്ങനെ പഠിക്കാൻ പറ്റും അവർക്ക്? And if husband and wife will fight, and they would say to the kids, you don't need to pay attention to this, you can go and study. How will they go and study? ഒരേ വീട്ടിൽ ഒരേ റൂമിൽ വഴക്ക് കിടക്കുന്നു, പിള്ളേരുടെ അത്ര നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കല്ലേ, പോയിരുന്ന് പഠിച്ചോ. And in one house, under one roof, they fight, and they're telling to the kids, you can go and study. ഈ വീട് മരണ വീട് പോലെ ആയിരുന്നു അനേക നാളുകൾ. And this house was like a house of mourning for many times. അടുത്ത കഥാപാത്രം വീട്ടിലേക്ക് വരുന്നു. And there is one more new character coming to the house. നമുക്ക് വായിക്കാം, അവിടെ എഴുതി വെച്ചിരിക്കുന്ന 25ാമത്തെ വാക്യം. We'll read verse 25. Now his older son was in the field, and as he came and drew near to the house, he heard music and dancing. So he called one of the servants and asked what this thing meant. And he said to him, your brother has come, and because he has received him safe and sound, your father has killed the fatted calf. അടുത്തത്. But he was angry and would not go in. മതി. പിതാവ് സന്തോഷിച്ചിരിക്കുന്നു, ഈ വന്ന മകൻ ദേഷ്യപ്പെട്ടിരിക്കുന്നു. ഒരേ വീട്ടിൽ 3 രീതിയിലുള്ള മനോഭാവങ്ങൾ. ഒരാൾക്ക് സന്തോഷം, അടുത്ത ആൾക്ക് പാപത്തെ കുറിച്ചുള്ള കുറ്റബോധം, മറ്റാള് ആംഗ്രി കാണിച്ച് വെളിയിൽ നിൽക്കുകയാണ്. And we can see 3 kinds of characters in the same house. We see that the father is happy, the son is has that repentance, and he is happy about it. And we see the older son, he is angry. എന്നിട്ട് ഈ മകൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? വായിക്കാം, അതിന്റെ 29ാമത്തെ വാക്യം. I will read verse 29, the reply of the older son. And he answered and said to his father, look, for so many years I have been serving you, and I have never neglected a command of yours. And yet you have never given me a young goat, so that I might celebrate with my friends. ഈ മകൻ പറയുകയാണ്, പപ്പയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷകരമായ വേറെ ചിലതുണ്ടായിരുന്നു, എനിക്ക് അത് പപ്പ തന്നില്ല. And this older son is confessing to his father that I could have lived with much better things rather than living with you, but you did not give that to me. ഇനി ഈ മകൻ പറയുന്നതിൽ ഏറ്റവും ഗൗരവമായ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, കണ്ടുപിടിച്ച് പറയാമോ? There is a contradiction when the older son is saying this thing. Can you find it and tell me? ഓക്കെ, വേറെ പപ്പയുടെ ഒരു വാക്കുപോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. And he's saying a thing of contradiction. I never transgressed your commandment at any time. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? Is there any wrong in that? ഈ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? Has this older son committed any mistakes? എന്ത് തെറ്റ്? He's comparing himself and like saying that He did it's not better. conform by his There was no acceptance mind. ഓക്കെ, ഈ മകൻ പോയതിന്റെ യാതൊരു ഈ ജ്യേഷ്ഠനോ അനുജനോ പോയതിന്റെ യാതൊരു ദുഃഖവും എത്തിയിട്ടില്ല. വേറെന്തെങ്കിലും? ഇവിടെ അപ്പൻ സന്തോഷപരമായ കാര്യം ചെയ്യുമ്പോ അതിനെതിരെ പോയി സംസാരിക്കും. അതിനെതിരെ പുള്ളി. ഓക്കെ, ഏത് കാര്യത്തിൽ? To be married. ഓക്കെ, അവിടെ ഈ നമ്മൾ കണ്ണ് തുറന്നു വെച്ച് വായിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. ഇനി വായിക്കാം, നമ്മൾ സ്ഥിരമായി വർഷങ്ങളോളം വായിച്ചോണ്ടിരിക്കുകയാണ്. ഈ മകൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് പറയാം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. We'll read that portion and try to find out what mistake he did. അനിയൻ പോയത് അന്വേഷിക്കാൻ ഒരിക്കലും പോയില്ല. വേറെ? Is he asking the servant? യാതൊരാണില്ല. പപ്പ ഇവനോട് എന്താ പറയുന്നേ? എടാ മോനെ അകത്ത് വാടാ. ഇവൻ വെളിയിൽ നിന്നിട്ട് പറയാണ്, ഞാൻ അനുസരിക്കാതിരുന്നിട്ടൊന്നുമില്ല, ഞാൻ പപ്പ പറയുന്ന എല്ലാം അനുസരിക്കും. പപ്പ പറയാണ്, എടാ അകത്ത് വാടാ. ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. His father, when he is calling the older son to come inside the house, he is remaining outside, and he is saying that I have never transgressed, I have never disobeyed you, when he is disobeying his father's command there. ഞാനിത് വായിച്ചപ്പോ ഇവൻ ബ്രദറുകാരനാണോ എന്ന് സംശയം. When I read this, I had thoughts that if he is a brother and believer. കാരണം പുള്ളി
പുറത്ത് നിന്ന് ഡിസോബേ ചെയ്തിട്ട് പറയാണ്, ഞാൻ പപ്പയെ ഒരിക്കൽ പോലും അനുസരിക്കാതിരുന്നിട്ടില്ല പപ്പ. And he's staying outside and he's disobeying his father and he's saying that I have never disobeyed you, my father. ഈ വിശുദ്ധ കോപം എന്ന് പറഞ്ഞൊരു ടൈപ്പ് കോപമുണ്ട്. And there is a righteous anger. അതുപോലത്തെ ഒരു സാധനമാണിത്. ആ ദാവീദിനുണ്ടായത് ആരടാ എന്നൊക്കെ പറഞ്ഞിട്ട് കോപിച്ചത് കഥ കേട്ടപ്പോ. And there is a holy anger which David also had when he heard his own story. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ, ഈ പപ്പ വെളിയിൽ നിൽക്കുന്ന മകനോട് അപേക്ഷിക്കുകയാണ്, മോനെ നീ ഒന്ന് അകത്ത് കയറ്. And this father is calling his older son and he's telling to come in. ഈ മകന്റെ ആർഗ്യുമെന്റ് ശ്രദ്ധിച്ചോ, വായിച്ചോ, അടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്. We can listen to the argument of the son. We'll read 30th വാക്യം. verse 30. But when the son of yours came, who has devoured your assets with prostitutes, you slaughtered the fattened calf for him. അതാരാ ഈ മോനോട് പറഞ്ഞത്? Who told about this verse 30 to the older son? അതായത് ഈ മകൻ പറയാണ്, പപ്പയ്ക്ക് അറിയാമോ അവൻ മോശമായ ജീവിതം നയിച്ചിട്ടാണ് വന്ന് കയറിയത്. And he's saying that to his father, do you know that he led an unholy life and he has come back? പപ്പ അത് ചോദിച്ചില്ല. Father is not asking that to his son. പപ്പയ്ക്ക് അത് അറിയാം, Father knows it. പക്ഷെ പപ്പ അത് പബ്ലിക് ആക്കിയില്ല. But the father is not making that info public. ലോകത്തിൽ ആർക്കും അറിയാത്ത കാര്യം ഇവൻ ആ വീട്ടുകാരൻ മുഴുവൻ കേൾക്കവേ പറയുക. And this older son is revealing that the truth which nobody knew to the entire household. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, We should pay attention here. മറ്റൊരാളുടെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങൾ നമ്മളായിട്ട് പറഞ്ഞു നടക്കരുത്. We should not say the private sin of somebody else that we come to know to others. ഇവൻ വീട്ടുകാർ മറ്റുള്ളവരും കൂടെ കേൾക്കവേ പറയുകയാണ്, പപ്പ കയറിയത്തില്ല, എന്റെ സഹോദരൻ അവൻ പോയ മോശമായ ജീവിതം നയിക്കാനാണ്. And he is revealing to the entire household that, oh father, do you know that my young brother he went outside the house to lead an unholy life. പ്രിയ സഹോദരങ്ങളെ, മറ്റൊരാളുടെ രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ എന്തെങ്കിലും നമ്മളായിട്ട് പറഞ്ഞു നടക്കുമ്പോൾ നമ്മളും കൂടെ ആ പാപത്തിന് ഓഹരിക്കാരാകുക. And if we reveal the private sin or secret sins of somebody else to others, we are also holding a share in their sin. എന്നാൽ സഭയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സഭയിലെ മൂപ്പന്മാർ ചിലപ്പോൾ അത്തരം വിഷയങ്ങൾ സംസാരിക്കും, അവർ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതല്ല ഞാൻ പറയുന്നത്, ഇത് തന്നെ ഒരു തൊഴിലായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന പാപം. And I'm not saying that as administrative property of the church, as elders, they might discuss about that, but we should not take this as our livelihood. നമ്മളത് വളരെ ശ്രദ്ധിക്കണം. We should be very careful. അത്തരം പരിപാടികളിൽ നമ്മൾ പോയി ചാടരുത്. We should not fall into these snares. അന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം. I'm thanking God because there was no WhatsApp group during that time. ഇതിനു വേണ്ടി തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഗൗരവമായി ഞാൻ ഞങ്ങളുടെ സഭയിൽ എപ്പോഴും പറയാറുള്ളത്. ഇത്തരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ സഭയിൽ ആരും പോകരുതെന്ന്. And there are certain WhatsApp group to do such things, and I would always say to my believers in our church that not to be a part of these groups. പിതാവിന്റെ ഹൃദയത്തിന് എത്രയോ വിഷമം കാണും. How much does a father's heart be sad because of this? ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. And I like to close the sermon by saying this. മറ്റ് രണ്ട് ഉപമകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ ഉപമയിലുണ്ട്. There is an important characteristics in this parable which is not mentioned in the other two parables. മറ്റ് രണ്ട് ഉപമയിലും അതിന്റെ കൺക്ലൂഷൻ എന്നുള്ളത് ഭയങ്കര ജോയ്ഫുൾ ആയിട്ട് സന്തോഷിച്ച് അവസാനിപ്പിക്കുകയാണ്. And in the earlier two parables, the climax or the ending of the parable is with great joy. പക്ഷെ ഈ പാരബിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? But did you pay attention to this parable? ഈ പാരബിളിൽ മകൻ വെളിയിൽ നിൽക്കുന്നു, പപ്പ അകത്ത് നിൽക്കുന്നു. അങ്ങനെ ആ കോൺവെർസേഷനിലൂടെയാണ് ഈ പാരബിൾ അവസാനിക്കുന്നത്. And we see that this parable is ending by the old son staying outside and father and the young son is staying inside. ആ കോൺവെർസേഷനോടുകൂടെ അതങ്ങ് നിൽക്കുകയാണ്. സാധാരണ ഇവനും കൂടെ അകത്ത് വന്നു, അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിരുന്നു. And it's ending by that conversation. Normally this parable would have ended if it is in a good way, that
they all came inside the house and they were all happy together. അതെന്താ ഈ പാരബിൾ ഇങ്ങനെ അവസാനിപ്പിച്ചത്? Why was this parable ended in this manner? ഒന്ന് ആലോചിച്ച് പറഞ്ഞ്. ഗുഡ്. കർത്താവിന്റെ രണ്ടാം വരവ് വരെ ഈ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും. ഒരുത്തനകത്ത് കയറുമ്പോ വേറൊരുത്തൻ പുറത്തു പോകും. അവനെ കൊണ്ടുവരുമ്പോ ഇവനെ അപ്പുറത്തോട്ട് ചാടും. And this is how it will be until the second coming of Jesus, when one person would be out, the other person would be in, and when the other person is in, the next person would be out. പക്ഷേ മക്കള് തമ്മിൽ എപ്പോഴും പുറത്ത് ചാടിയാൽ അകത്ത് പോയാലും ഹൃദയം തുറക്കുന്ന പിതാവിനെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. And even if the children of God, they move outside or come in, we see a father who always had that open heart to receive them. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മോട് തെറ്റ് ചെയ്തവര് കാണും, നമ്മളെ വേദനിപ്പിച്ചവര് കാണും. എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുക, അതൊരു പ്രത്യേക കൃപയാണ്. Dear ones, there might be many people in our life also who might have did many wrong things to us, but we should always be forgiving. നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കിയവര് കാണും, പക്ഷെ ഈ ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. There might be many things or many bad things they might have done to us, but there is a feeling that you get when you forgive them. യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത്, പ്രാർത്ഥനയിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. And before Jesus Christ was going towards his death, he said, and he prayed in this manner, as we are one, they should also be one. നമ്മുടെ കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ക്ഷമിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Let God help us so that we would be the people who forgive in our family life, in our spiritual, in our church life, and also in our social life. ഞാൻ ഇങ്ങനൊരു അവസരം ഈ സഭ എനിക്ക് തന്നതിൽ ഞാൻ വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. And I like to thank God for this church who gave me this opportunity. നിങ്ങൾ എന്നോട് കാണിച്ച ആ സ്നേഹവും ബഹുമാനവും എനിക്ക് വളരെ എന്നെയും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടിടയായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And the love and the things that you did towards me helped me to learn new things. നിങ്ങൾ വല്ലപ്പോഴും ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഈ പെപ്സി മിരിന്റെ ഒക്കെ കാണുമ്പോൾ ഉടനെ എന്നെ ഓർക്കും. And if you whenever you pray, when you remember me, please pray for us. And if you see Pepsi or Mirinda, you can correlate it with my name and pray for me. കൗൺസിലിംഗ് പോലെ ഇത്രയും ടഫ് ആയിട്ടുള്ള വേറൊരു പരിപാടി ഉണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട് പലപ്പോഴും. And I'll always doubt that if there is any other ministry that is harder than counseling. കാരണം ഈ നമ്മൾ തന്നെ മനുഷ്യരാണ്, നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരാളുടെ പ്രശ്നം നമ്മുടെ തലയിൽ കൊണ്ട് പ്രോസസ് ചെയ്ത് അവർക്ക് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ്. And we know that we all face different kinds of challenges and situations in our life, but it is very hard to understand and to digest what other person is going through, and then to process and give them solution. It is very tough. ഞാനും ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. And I'm also going through a course right now. തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജിൽ പോകണം. I have to go to college from Monday to Friday. യൂണിഫോം ഇടണം. I have to wear uniform. എന്റെ മോളുടെ അത്ര പ്രായമുള്ള ആള് എന്റെ ക്ലാസ്സിലുണ്ട്. ഞങ്ങൾ ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. And there are my classmates who are similar age to my daughter. We are in the same class. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സമയമൊക്കെ പിള്ളേരെല്ലാം ഓടി വന്ന് ചുറ്റും ഇരുന്ന് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം യൂട്യൂബിൽ കൂടെ പലതും കാണുന്നുണ്ടല്ലോ. And during our lunch break, these all kids would come around me and they would ask many questions because they know that I'm active in YouTube and they listen to it. യൂട്യൂബ് മിനിസ്ട്രിയെ കുറിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. And I like to also request your prayers regarding my YouTube ministry. കഴിഞ്ഞ ദിവസം ഞാൻ 1 മിനിറ്റ് ഉള്ള ഒരു പഴയ ഒരു വീഡിയോയുടെ ഒരു കട്ടിംഗ് ഷോർട്ട് ഇട്ടു. And a few days ago, that I put a short clip from a big video for 1 minute. മാതാപിതാക്കന്മാരെ കരയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിട്ടത്. And this was regarding for the kids that you should not let your parents cry for you. 3 ദിവസമായതേ ഉള്ളൂ, 4.5 ലക്ഷം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. And it's only been 3 days and almost about 450K people have already watched it. പിന്നെ ക്യാൻവയിൽ എനിക്ക് ഒരു ആക്സസ് ബ്രദർ തന്നിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം. കാരണം ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് നിങ്ങൾക്കും ആ മിനിസ്ട്രിയിൽ സഹകരിക്കാൻ സാധിക്കുന്നു. And dear brother Ashish has given me an access to Canva, and I thank God for that, so that you are also
contributing by sitting Yeah. here. നിങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാനും ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. And you're all praying for us. And whenever I think of you, I also pray for you. May God help us.